ഈ ആഗോള അയ്യപ്പ സംഗമം, സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനായി സർക്കാർ പൊടിച്ചത് ദേവസ്വം ബോർഡിന്റെ കോടിക്കണക്കിന് രൂപയാണ് എന്ന് നമുക്ക് വ്യക്തമായ കാര്യമാണ്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കും VIP-കൾക്ക് റിസോർട്ട് താമസത്തിനുമായി ഒടുക്കിയ കോടികളുടെ കണക്ക് കഴിഞ്ഞ ദിവസം തന്നെ പുറത്ത് വന്നിരുന്നതാണ്. ആ കണക്ക് ഏവരെയും ഞെട്ടിക്കുന്നതാണ്. ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പുകളെല്ലാം തന്നെ മനഃപൂർവ്വം ലംഘിച്ചു എന്ന് വ്യക്തമാകുമ്പോൾ ബാക്കിയാകുന്നത് ഒറ്റ ചോദ്യമാണ്: ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പന്റെ സ്വത്തുക്കൾ ധൂർത്തടിക്കാനാണോ വിനീഷ്? തീർച്ചയായിട്ടും അക്കാര്യത്തിൽ സംശയമില്ല. ഈ കണക്കുകൾ പുറത്തു വരുന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ഭക്തരുടെ ഒരു പണം പോലും അത് പാഴാക്കില്ല എന്ന ഒരു സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെ അട്ടിമറിച്ചുകൊണ്ട്, ആ സത്യവാങ്മൂലം പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആ കണക്കുകൾ പുറത്തു വന്ന ഘട്ടം മുതൽ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് പന്തലിടാൻ ഈവന്റ് മാനേജ്മെന്റിന് കമ്പനിക്ക് നൽകിയ തുക കോടിക്കണക്കിന് രൂപയാണ്. സമാനമായ രീതിയിൽ നിരവധി ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി പരസ്യ പ്രചരണം നടത്തിയതിന് സർക്കാർ ചിലവാക്കിയ തുക, ഇതൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഇതൊരു ധൂർത്തായി മാറുന്നു. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ പണം അത് ധൂർത്തിനായി സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചു. ദേവസ്വം ബോർഡിന്റെ പണം ഒരു ഭക്തരുടെ പുരോഗതിക്കോ അല്ലെങ്കിൽ ഭക്ത സംഗമത്തിനോ വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചത് എന്ന് സംബന്ധിച്ചുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിലാണ് നിലവിൽ ദുരൂഹതകൾ നിലനിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇനി ഹൈക്കോടതിയുടെ മുന്നിൽ ഈ വിഷയത്തിൽ സർക്കാരിന് ഉത്തരം പറഞ്ഞേ മതിയാകും. കാരണം റിസോർട്ടുകളുടെ ഇവിടെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് എത്തിയത് കുറച്ചു പേർ മാത്രമായിരുന്നു. അതൊരു പൊളിഞ്ഞ പരിപാടിയായി, സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഒരു പൊളിഞ്ഞ പരിപാടിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് അവിടെ എത്തിയ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ സ്പെഷ്യലായി അവിടെ എത്തുന്ന ചില ആളുകൾക്കും സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സർക്കാർ ക്ഷണപ്രകാരം എത്തിയവർക്ക് സർക്കാർ ചിലവഴിച്ചത് അവർക്ക് വലിയ വൻതോതിലുള്ള റിസോർട്ടുകൾ നൽകി അവരെ താമസിക്കാനും വാഹന സൗകര്യം ഉൾപ്പെടെയുള്ളവ നൽകിക്കൊണ്ട് ഒരു ധൂർത്ത് നടത്തുന്ന സാഹചര്യത്തിലേക്കായിരുന്നു ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം കടന്നിരിക്കുന്നത് എന്നതാണ് ഈ കണക്കുകൾ, ഈ കോടികൾ മുടക്കിക്കൊണ്ടുള്ള ഈ കണക്കുകളുടെ രേഖകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നതും. രാഖി.